CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലും അദ്ദേഹം പറയുന്നത് CPMന്റെ ഒരു വിലയിരുത്തലാണ്. അതിൽ അദ്ദേഹം പറയുന്നു റിപ്പോർട്ട് വന്നാൽ നടപടിയെക്കുറിച്ച് ആലോചിക്കാമെന്ന്. അതായത് മുഖ്യമന്ത്രി എന്തു പറഞ്ഞു അത് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും ഏറ്റുപറയുന്നത് ഇപ്പോൾ. അതേപോലെ തന്നെ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണവും ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകങ്ങൾ CPM സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ഏറ്റുപറയുകയാണ്. ശ്രീജിത്ത് പണിക്കർ, പക്ഷേ ഈ റിപ്പോർട്ട് വരുന്നതുണ്ടല്ലോ, DGP 30 ദിവസം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇനി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് വരുന്നത്. ആ റിപ്പോർട്ട് കിട്ടിയാലെങ്കിലും ADGPക്കെതിരെ നടപടി എടുക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. കാരണം CPI അതിലൊരു ആത്മവിശ്വാസം പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് അത് രാഷ്ട്രീയമായി ശരിയായ ഒരു നിലപാടല്ല, അതുകൊണ്ട് അതിന്മേലൊരു നടപടി എന്തായാലും ഉറപ്പാണ്. ഇതാണിപ്പോൾ CPIയുടെ ആത്മവിശ്വാസം. അതുപോലെ ആയിരിക്കുമോ കാര്യങ്ങൾ? മറ്റൊന്നുകൂടിയുണ്ട്, നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച മുതൽ കൊഴുക്കാൻ പോവുകയാണ്. അപ്പോൾ മറുപടി ഇല്ലാതെ കുഴങ്ങേണ്ടി വരും ADGPയെ മാറ്റിയില്ലെങ്കിൽ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നെങ്കിലും. അതുകൊണ്ടൊരു നടപടി ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഘട്ടമല്ലേ? ശ്രീ മഞ്ജുഷ്, താങ്കളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ പറയുന്ന സാധ്യതകളെല്ലാം തന്നെ, അതായത് അടുത്ത ദിവസം ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുകയാണ്, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദമുണ്ടാകുന്നു CPIയുടെ ഭാഗത്തു നിന്ന്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപ് ശ്രീ പിണറായി വിജയനും CPM നേതൃത്വത്തിനും ഉൾപ്പെടെ അറിയാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ കാര്യങ്ങളൊക്കെ തന്നെ സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടത്, എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെപ്പറ്റി വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം അവർക്കുണ്ടാകേണ്ടതുമാണ്. സഭയിൽ ഒരു വലിയ ബഹളം ഉണ്ടാക്കിയതിന് ശേഷമാണ് ശ്രീ അജിത് കുമാറിനെ ചുരുങ്ങിയത് ലോ ആൻഡ് ഓർഡറിൽ നിന്നെങ്കിലും മാറ്റുന്നത് എങ്കിൽ പോലും അത് പ്രതിപക്ഷത്തിന്റെ ഒരു വിജയമായിട്ട് മാത്രമേ അത് ചിത്രീകരിക്കപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് ആഭ്യന്തരമായിട്ടുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ CPIയുടെയോ RJDയുടെയോ ഒക്കെ തന്നെ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എങ്കിൽ അത് ആഭ്യന്തരമായി ചർച്ച ചെയ്ത് ഉൾപാർട്ടി ജനാധിപത്യം അല്ലെങ്കിൽ സംഘടനയുടെ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചത് എന്നെങ്കിലും പറയാം. അപ്പോൾ അതിനുള്ള ഒരു വിൻഡോ എന്തായാലും ശ്രീ പിണറായി വിജയൻ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പോവുക എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു റിപ്പോർട്ട് ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട്. അത് പ്രകാരം മിക്കവാറും അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ല ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റുന്നതിൽ. കാരണം പൂരം അലങ്കോലമാക്കിയതിൽ ADGPക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതുമാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയ കാര്യം, സാമൂഹ്യ അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമങ്ങൾ പൂരത്തിന്റെ ദിവസം തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് എന്നതാണ്. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സംഘ് പരിവാറിനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ പറയുന്നു. അത് റിപ്പോർട്ടിലെ ഉള്ളടക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല, പക്ഷേ മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങൾ തടയുവാനായിട്ട് ഇതേ ADGPക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് DGP റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റാൻ എന്ത് വിഷമമാണുള്ളത്? അതുമാത്രമല്ല, ഇങ്ങനെ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന് മേലുദ്യോഗസ്ഥൻ റിപ്പോർട്ട് കൊടുത്തയാൾ ഇപ്പോഴും ക്രമസമാധാന പാലന ചുമതലയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളി അല്ലാതെ പിന്നെ എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, RSS നേതാവിനെയോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനയുടെ ആരെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലുള്ള ആൾക്കാരെ കാണുന്നതിൽ തെറ്റുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഔദ്യോഗിക സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും അദ്ദേഹം അങ്ങനെ കാണുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലീസിനെ നിയന്ത്രിക്കുന്നത് ഏത് പാർട്ടിയാണ്, ആ പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണ്, അവർ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് അക്കാര്യത്തിലൊരു ആശയക്കുഴപ്പമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത് പൊതുവെ, അതായത് നമ്മുടെ പൊതുസമൂഹമോ പ്രതിപക്ഷമോ ഒക്കെ തന്നെ അത് കാണുന്നത് തെറ്റായ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല എന്നുള്ള ഒരു ആഭ്യന്തരമായിട്ടുള്ള ധാരണയുണ്ട് എങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നതിൽ അപകടവുമില്ല. അല്ലാതെ ഒരു വ്യക്തിയെ കണ്ടു എന്നത് ഒരാളിനെ മാറ്റുന്നതിന് മതിയായ കാരണമല്ല. നേരെ മറിച്ച് പൂരം അലങ്കോലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നുവെന്ന് ഒരു റിപ്പോർട്ടിൽ ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും അത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ഒരു വ്യക്തിക്ക് ലോ ആൻഡ് ഓർഡർ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെത്തിയില്ല എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നോ ആണ് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഫൈൻഡിംഗ് എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാനത്ത് പിന്നീട് അദ്ദേഹത്തിനെ നിലനിർത്താൻ പാടുള്ളതല്ല. പക്ഷെ ഇവിടെ തമാശയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളാരും ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ആ റിപ്പോർട്ട് കണ്ടിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള പരാമർശമുണ്ട് എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞതിന് ശേഷം പോലും ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല.
അപ്പോൾ പിന്നീട് എന്താണ് ചെയ്യുക? അവിടെയും പല സീക്വൻഷ്യലായിട്ടുള്ള അന്വേഷണങ്ങളാണോ വരിക? ഒരു റിപ്പോർട്ടിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു റിപ്പോർട്ട്, ഇനി അതിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ഒരു റിപ്പോർട്ട് എന്ന രീതിയിലത്തേക്കാണോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന്, അതിപ്പോൾ RSS നേതാക്കളെ കണ്ട വിഷയത്തിലായിക്കോട്ടെ, പൂരത്തിലായിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വിശ്വസനീയമായ രീതിയിലത്തേക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുക്കാതെ കൂടുതൽ അന്വേഷണം അതിൽ വേണം എന്ന് പറയുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാൽ തന്നെ പൂരം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ആർക്കാണ് ബെനിഫിഷ്യൽ ആവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റിസൾട്ട് കൊണ്ട് അങ്ങനെയാണെങ്കിൽ അറിയാനും പറ്റുമല്ലോ. അല്ല, എങ്കിൽ ആ അത് അക്കാര്യം സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ തന്നെ പറയുന്നുണ്ട്, പരാമർശമുള്ള ഒരാളിനെ സംഘപരിവാറിന് ഗുണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ, ആ പൂരം നടത്തിപ്പിൽ വീഴ്ച വരുത്തിയ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതെ തടയേണ്ടയാൾ അതായിരുന്നല്ലോ ADGP MR അജിത് കുമാർ. ഇത് DGP തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ട്. എന്നിട്ടും ആ പോസ്റ്റിൽ ഇരിക്കുന്നതിനെയാണ് അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് MV ഗോവിന്ദൻ എന്താണ് പറയുന്നതെന്ന് ഒന്നുകൂടി കേട്ടിട്ട് വരാം.